പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ടീമിൽ നിന്ന് തുടർച്ചയായി അവഗണിക്കപ്പെട്ട താരങ്ങൾ വിദേശ ലീഗുകൾ തേടി പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ ടീമിന്റെ സൂപ്പർ സ്പിന്നറായ യുസ്വേന്ദ്ര ചഹൽ, ടീമിന്റെ ഓൾറൗണ്ടറായിരുന്ന വെങ്കിടേഷ് അയ്യർ, ബാറ്ററായ പൃഥ്വി ഷാ എന്നീ താരങ്ങൾ ഇംഗ്ലണ്ടിൽ നടക്കുന്ന വൺ ഡേ കപ്പിൽ നോർത്താംപ്ടൺ ഷെയറിനായി ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീം വിട്ട താരങ്ങൾ വൺ ഡേ കപ്പിലാണ് ഇപ്പോൾ നോർത്താംപ്ടൺ ഷെയർ ടീമിൽ ചേർന്നിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ നിന്ന് തുടർച്ചയായി അവഗണിക്കപ്പെടുന്ന ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ ഇന്നലെ നടന്ന മത്സരത്തിൽ വൺ ഡേ കപ്പിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര ഏകദിന ടൂർണമെന്റായ വൺ ഡേ കപ്പിൽ നോർത്താംപ്ടൺ ഷെയറിനായി അരങ്ങേറിയ ചഹൽ കെന്റിനെതിരായ മത്സരത്തിൽ 10 ഓവറിൽ 14 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് 5 വിക്കറ്റാണ് നേടിയത്. അദ്ദേഹത്തിന്റെ 10 ഓവറിൽ 5 മേഡനുകൾ ഉൾപ്പെടെയാണ് ഉണ്ടായിരുന്നത്. ചഹലിന് പുറമെ കൂടുതൽ താരങ്ങളും വിദേശ ലീഗുകൾ ലക്ഷ്യമാക്കി എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനുശേഷമാണ് പൃഥ്വി ഷാ, വെങ്കിടേഷ് അയ്യർ താരങ്ങളും ഇപ്പോൾ പരമ്പരയുടെ ഭാഗമായി മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ ഇന്ത്യൻ ടീമിൽ നിന്നും അവഗണിക്കപ്പെടുന്ന താരങ്ങൾ വിദേശ ലീഗുകളിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ജൂണിൽ T20 ലോകകപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്നുവെങ്കിലും 34-കാരനായ ചഹലിന് ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് 11-ൽ അവസരമുണ്ടായിരുന്നില്ല. IPL-ലെ മിന്നും പ്രകടനമായിരുന്നു ചഹലിനെ ലോകകപ്പ് ടീമിലെത്തിച്ചത്. ചഹലിന് സമാനമായ രീതിയിൽ തന്നെ ലോകകപ്പിലേക്ക് അവസരം ലഭിച്ച സഞ്ജു സാംസണും ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചിരുന്നില്ല. ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീം സിംബാബ്വേക്കെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും T20 ഏകദിന പരമ്പരകൾ കളിച്ചിരുന്നുവെങ്കിലും ചഹലിനെ ടീം പരിഗണിച്ചിരുന്നില്ല. T20 ക്രിക്കറ്റിൽ ഇന്ത്യക്കായി 96 വിക്കറ്റുകളുമായി എക്കാലത്തെയും മികച്ച വിക്കറ്റ് ടേക്കർ കൂടിയാണ് യുസ്വേന്ദ്ര ചഹൽ. തീർച്ചയായിട്ടും ചഹൽ ഇപ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര ടൂർണമെന്റ് കളിക്കുന്നത് കൂടുതൽ താരങ്ങളും ഇന്ത്യൻ ടീം വിട്ട് മറ്റു ടീമുകളിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യതയായി തന്നെ കാണുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ടീം വേണ്ടത്ര അവസരം നൽകാത്ത സാഹചര്യത്തിൽ ഇനി യുവതാരങ്ങൾ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര ടൂർണമെന്റുകളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്.